നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ന്യൂസ് 18 പുറത്തുവിട്ടു. അധോലോകവും ചില സിനിമാ താരങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധവും ഞെട്ടിക്കുന്നതാണ്. ഇതിൻ്റെ ചില നിർണായക തെളിവുകൾ കൂടി ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസുമായി എന്താണ് താരങ്ങൾക്കുള്ള ഇടപാട്? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടൻ ഷിയാസ് കരീമും ഗുണ്ടാ നേതാവ് ഔറംഗസീബും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം പുറത്ത്. തന്നെ ഉപദ്രവിക്കരുത് എന്ന് ഔറംഗസീബിനോട് ഷിയാസ് കരീം സംഭാഷണത്തിൽ പറയുന്നു. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട തൻ്റെ പേര് വലിച്ചിഴക്കരുത്. അനസിനെ അറിയില്ലെന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടിയാണെന്നും സംഭാഷണത്തിലുണ്ട്. നിന്റെ പേര് പറയുന്നത് പറഞ്ഞാൽ നീ അതിൽ വന്നെന്താ പറഞ്ഞേക്കണത്? നിനക്ക് അനസിനെ അറിയാൻ പാടില്ല, നീ 3 മാസമായിട്ട് അറിയുന്നുള്ളൂ. അറിയാന്നല്ല, നീ അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെയൊക്കെ ചതിച്ചു പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത്. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ എടാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കല്ലേ ചിരി തന്നെ. അതിന് പൊള്ളാച്ചിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം, അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പയ്യന്റെ അതിന്റെ വോയിസ് ഇട്ട് തന്നോ? ആ പയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ വോയിസ് വേണം. അത് എനിക്ക് വോയിസ് ചെയ്യാൻ എനിക്ക് ഇട്ടുതരാം. അല്ല, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞത് ഞാനതൊന്നും പറയാനാ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാവണ്ട. അല്ല, അതില് നീ ഞാൻ ഇനി ഒന്നിനുമില്ല. കാര്യം എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ശരി തന്നെ. ഞാൻ നിന്നോട് പറയുന്നു, അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എടാ, നിന്റെ ജോലി ചെയ്യണം, നീ ചെയ്തോ, അതിന് എനിക്ക് സന്തോഷം. നിന്റെ ജോലി സന്തോഷിക്കും, അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാശ് പൈസ കാശ് എടാ നീ പൈസ പോയത് എനിക്ക് 1 ലക്ഷം രൂപ. അതെ അതെ, അത് ഒരു വർഷം നമ്മുടെ കാശൊക്കെ അടുത്ത് തന്നതേ. അതാണ് പ്രശ്നം. നമ്മളെ പഠിച്ചുകൊണ്ടുപോയ കാശാണ് അവൻ തന്നത്. അല്ല, നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. നീ പിന്നെ അനസ് പെരുമാനം അറിയൂല. ഞാൻ പറഞ്ഞ പൊള്ളാച്ചിലുള്ള സമയത്താണ് അനസ് പെരുമാനം നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നാട്ടുകാരൻ ഇതിൽ എനിക്ക് അനസ് പെരുമാനം അറിയാം. പിന്നെ കൊട്ടേഷൻ പരിപാടികൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുള്ള കാര്യം നീ അനസിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കണത്. അല്ല, അപ്പൊ ഓക്കെ അല്ലാണ്ട് നീ സംസാരിച്ചോ, പ്രശ്നമില്ല. എന്നെ ഒഴിവാക്ക്. എന്നെ ഒഴിവാക്കി തരാനാ പറഞ്ഞത്. എന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ദുബായിൽ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ഞാൻ വേണി നിന്റെ എവിടെ വന്ന് വേണി നേരിട്ട് കണ്ടത് എന്റെ എവിടെ ഏത് പള്ളിയോ സത്യവിടാം. ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ഞാൻ അനസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. ഞാൻ എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇപ്പൊ നിനക്ക് ആദ്യത്തെ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് നീ ആ രീതിയിൽ പറഞ്ഞേക്കണേ. അല്ലാണ്ട് നീ അങ്ങനെ പറയൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗ്യാസേ. അനസിന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 8-9 വർഷമായി. അവൻ എന്തൊക്കെ പറയും, എന്തൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. അല്ല, നീ വേറെ അല്ല, ഞാൻ കമ്പനി ആയിട്ട് പറയണേ. നീ ആ ഇന്റർവ്യൂല് പറയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ അനസിനെ കാണുന്നത് എനിക്ക് ചിരി വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസിന്റെ ഒപ്പം ഞാൻ അനസിനെ കാണുന്ന ആഫ്റ്റർ ലോങ് ടൈം എയർപോർട്ടിൽ വന്നാണ് കാണുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്ന്. അനസിന്റെ ഗുണ്ടാ ഇതിനെ പറ്റി നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ അന്ന് മറ്റേ പൊള്ളാച്ചിയിൽ വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത്? അനസിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത്? ഞാനിത് ആരുടെ പറയാനും പിടിക്കാനല്ല. നീ അത് ഇത് പറഞ്ഞാറ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എടാ, എനിക്ക് നിന്നെ അറിയാം, അനസിനെ അറിയാം. എനിക്ക് നിന്നെ പിടിച്ചേണ്ട കാര്യമില്ല. നീ അനസായിട്ട് എന്താണ് ബന്ധമെന്നും ഗുണ്ടായ സംഘം അനസ് ഗുണ്ട എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. മനസ്സിലായി. എടാ അറിയാം. എടാ ഷിയാസെ, എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിന്നെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എടാ നോക്കണമെന്ന് നമ്മൾ നോക്കുമ്പോ എന്താ നോക്കണത്? അവിടെ ചെന്ന് ഞങ്ങളെയും പറ്റിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരും നടിമാരും എല്ലാവരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാവരും ഉദ്ഘാടനത്തിലും അതൊക്കെ വരുമ്പോ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും? ഞാൻ നിന്നൊരു കാര്യം മനസ്സിലാക്കി. എനിക്ക് നിന്നൊന്നും അറിയില്ല. നിന്നെ പറ്റിച്ച കേസ് എനിക്ക് അറിയാം. എടാ, എന്നെ മാത്രമല്ല പറ്റിച്ചത്,
പെരുമ്പാവൂര് മൊത്തം പറ്റിച്ചാണ്, എന്നെ മാത്രമാണ് എങ്ങനെയാ? പെരുമ്പാവൂര് മൊത്തം പറ്റിച്ചു പോയി. അവൻ ഇത്രയും പേരെ പറ്റിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത്? അനസിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക്? വോയിസ് വേണോ? മനസ്സിലായോ? ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. അല്ല, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഇതിൽ ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ ഉപദേശം തരാം. നമുക്കൊക്കെ വന്ന അനുഭവം നിനക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ. നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണമെന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. മാഷാ അല്ലാ, നിനക്ക് ഇനി ഒരു കാര്യം, ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും ഇനി പുറത്തു വരൂട്ടാ ജിയാസെ. അല്ല, ഇല്ലാന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വെറുതെ എന്നാണ് വർക്ക്? അത് എത്ര വർഷം മുമ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ വർക്ക് എത്ര വർഷം മുമ്പാണ്? 3 വർഷമായില്ലേ? ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട, മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ കേൾപ്പിച്ചു തരാം. നീ സംസാരിക്കണതും മറ്റൊന്നും സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു. അത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ? ഞങ്ങൾക്ക് ആരെ ചതിക്കും, ഞങ്ങൾ ഉണ്ടാകാനുള്ള പേരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നും ഇല്ല ഷിയാസെ. ഉറപ്പ് ഇൻഷാല്ലാ. നമ്മള് നീ അനസിനെ വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട. ആ മാറി നിന്നു. യെസ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ടോം കുര്യാക്കോസ് നൽകും. ടോം, ഈ ഷിയാസ് കരീം ഔറംഗസീബുമായി പരിചയമുണ്ട് എന്ന് വ്യക്തമായി സ്ഥിരീകരിക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. ഒപ്പം തന്നെ ഇവർ 3 വർഷം മുമ്പ് നൽകിയ ഒരു കൊട്ടേഷനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ടോം പുറത്തുവിടുന്ന ഈ വാർത്ത ഒരു അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിക്കുകയാണ്. ഒട്ടനവധി നമ്മൾ അത്ഭുതപ്പെടുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ ബോംബെയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഇത്തരം ഗുണ്ട ചലച്ചിത്ര താരങ്ങൾ ബന്ധങ്ങൾ അതേ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതൊക്കെ ഇത്ര വ്യാപകമായി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവങ്ങൾ. ഈ ഔറംഗസീബിൻ്റെയും അതുപോലെ ഈ ഷിയാസ് കരീമിൻ്റെയും ഈ സംഭാഷണം മറ്റ് എന്തൊക്കെ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ടോം, മനു, കൊച്ചി അധോലോകത്തെക്കുറിച്ചും പെരുമ്പാവൂർ അനസും മറ്റ് സിനിമാ താരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവാണ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഷിയാസ് കരീം എന്ന ചലച്ചിത്ര താരമായിരുന്നു, മോഡലായിരുന്നു. ഷിയാസ് കരീമും പെരുമ്പാവൂർ അനസും തമ്മിൽ ബന്ധമുണ്ട്. പെരുമ്പാവൂർ അനസിന് ദുബായിൽ മറ്റ് ഇടപാടുകൾ നടത്തി കൊടുക്കുന്നത് ഷിയാസ് കരീമാണെന്നായിരുന്നു ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ. അതിനുശേഷം ഷിയാസ് കരീം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചു. അതായത് പെരുമ്പാവൂർ അനസിന് തനിക്ക് മുൻപരിചയമില്ല, ഒരു പണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ഷിയാസ് കരീം ആ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഷിയാസ് കരീം ഔറംഗസേബിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന, അതായത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ന്യൂസ് 8 അല്പസമയം മുമ്പ് പുറത്തുവിട്ടത്. ആ ഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി ഷിയാസ് കരീം പറയുന്നുണ്ട്, തന്നെ ഉപദ്രവിക്കരുത് എന്ന് ഔറംഗസേബിനോട് പറയുന്നുണ്ട്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴക്കരുത്, അനസിനെ അറിയില്ല എന്ന് പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടി. അതായത് നേരത്തെ ഈ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് ഷിയാസ് കരീമിന് പെരുമ്പാവൂർ അനസിനെ മുൻ പരിചയമില്ലെന്ന് പറഞ്ഞിരുന്നു. അത് നിലനിൽപ്പിന് വേണ്ടിയാണ്, അതായത് തന്റെ മേഖലയിൽ, ചലച്ചിത്ര മേഖലയിലടക്കം നിലനിന്ന് പോകുന്നതിന് വേണ്ടിയാണ് അത്തരം ഒരു ഈ പെരുമ്പാവൂർ അനസിനെ തള്ളിപ്പറഞ്ഞത്. മാത്രമല്ല ഈ ഒരു സംഭാഷണത്തിനിടെ വളരെ വ്യക്തമായി മനു ശ്രദ്ധിച്ചു കാണും, ഒരു കൊട്ടേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഷിയാസ് മുൻപ് അനസിന് ഒരു കൊട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുള്ളതായി ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഷിയാസ് നൽകിയ കൊട്ടേഷൻ പൊള്ളാച്ചിയിൽ വെച്ച് നടപ്പാക്കിയത് താനാണ് എന്ന് ഔറംഗസേബ് തന്നെ വെളിപ്പെടുത്തുകയാണ്. 3 വർഷം മുൻപാണ് ഷിയാസ് കൊട്ടേഷൻ വർക്ക് നൽകിയതെന്നും ഔറംഗസേബ് വ്യക്തമാക്കുന്നു. പെരുമ്പാവൂർ അനസിനെ ദുബായിലും കേരളത്തിലും വെച്ച് കണ്ടിട്ടുള്ളതായി ഷിയാസ് കരീം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എന്നെ ദയവ് ചെയ്ത് വലിച്ചിടരുത് എന്നാണ് ഔറംഗസേബ് ഷിയാസ് കരീമിനോട് അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ
ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഔറംഗസേബിനെ ചൊടിപ്പിച്ച കാര്യം യാതൊരു ബന്ധവും പെരുമ്പാവൂർ അനസുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ഷിയാസ് കരീം പറഞ്ഞ കാര്യമാണ്. കാരണം ഇരുവരും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ട്, ഒരേ നാട്ടുകാരാണ്, പല ഇടപാടുകൾ നടത്തുന്നുണ്ട്. നേരത്തെ ഔറംഗസേബ് സൂചിപ്പിച്ചതനുസരിച്ചുള്ള കൊട്ടേഷൻ വർക്ക് പൊള്ളാച്ചിയിൽ വെച്ച് നടപ്പാക്കിയ കൊട്ടേഷൻ വർക്കിന്റെ ഇടനില നിന്നത് ഷിയാസ് കരീമാണ്. ഇക്കാര്യം ഈ സംഭാഷണത്തിനിടെ ചോദിക്കുമ്പോൾ ഷിയാസ് കരീം നിഷേധിക്കുന്നുമില്ല. അവിടെയാണ് പെരുമ്പാവൂർ അനസും ഷിയാസ് കരീമും മറ്റു സിനിമാ ബന്ധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തല് സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഏറെ സൂചിപ്പിച്ചതുപോലെ ഏറെ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. മുൻപൊക്കെ അധോലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ മുംബൈ അധോലോകത്തെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ കൊച്ചിയിലെ അധോലോകവും ഈ രീതിയിൽ സിനിമ രാഷ്ട്രീയ ബന്ധം നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് തന്നെയാണ് നമ്മൾ ഇവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് ആ സമയത്തൊക്കെ ഒരു പൾസർ സുനിയെ കുറിച്ച് എന്താണ് ഇയാൾക്ക് ഈ സിനിമാ മേഖലയുമായി ഇത്ര അടുത്ത ബന്ധം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ എങ്കിലും ഇത്രമാത്രം ഒരു ഗുണ്ട സിനിമ ചലച്ചിത്ര ബന്ധം ഇത്രമാത്രം വ്യാപകമായി അല്ലെങ്കിൽ കരുത്തുറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കേരള സമൂഹം വല്ലാതെ വൈകി എന്ന് തോന്നുന്നു. ഇത് ഒരു ഷിയാസ് കരീമിൽ അവസാനിക്കും എന്നും തോന്നുന്നില്ല. കൂടുതൽ ആളുകളുമായി ഈ സംഘങ്ങൾക്ക് ബന്ധമുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായും മനു, കാരണം നമുക്കറിയാം മനു സൂചിപ്പിച്ചതുപോലെ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആ കൊട്ടേഷൻ നടപ്പാക്കിയത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല സിനിമ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് പല കേസുകളിലും, അതായത് കൊച്ചിയിൽ തന്നെ ഈ സമീപകാലത്ത് ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ കയറി ഗുണ്ടാക്രമണം നടത്തിയതിനൊക്കെ പിന്നില് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളാണെന്ന ആരോപണം വന്നിരുന്നു. മാത്രമല്ല ഔറംഗസേബ് തന്നെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ചില ചലച്ചിത്ര മേഖലകളിൽ എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുമെന്ന് ചോദിക്കുമ്പോൾ ചില നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ സെറ്റിൽമെന്റിലൊക്കെ ഇടപെടുന്നുണ്ട്. അവിടെ ഒത്തുതീർപ്പ്, അതായത് കൊട്ടേഷൻ വർക്കുകൾ മാത്രമല്ല, കൊച്ചിയിലെ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾക്ക്, ഗുണ്ടാ തലവന്മാർക്ക് ഇത്തരം സെറ്റിൽമെന്റ് ഇടപാടുകൾ പോലുമുണ്ട്. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യത്തിൽ, അത് പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ളവരുടെ ബൂത്തുകൾ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തുകളടക്കം തകർക്കുന്നതിലൊക്കെ ഇവരുടെ സഹായം തേടുന്നുണ്ട്. അങ്ങനെ പല വെളിപ്പെടുത്തലുകളും ഔറംഗസേബ് നടത്തുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ ബന്ധമാണ്. നടി ശ്വേതാ മേനോൻ, മാളവിക മേനോൻ, അതോടൊപ്പം സ്വാസിക, വിനയ് ഫോർട്ട് ഉൾപ്പെടെയുള്ളവരും പെരുമ്പാവൂർ അനസിന്റെ ദുബായിലെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ വിനയ് ഫോർട്ട് പറയുന്നത് തനിക്കൊരു ജാഗ്രത കുറവുണ്ടായതാണ്, പെരുമ്പാവൂർ അനസിനെ മുൻ പരിചയമില്ല, ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ക്ഷണിച്ചത് പ്രകാരം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ്. ഒരു പരിധിവരെ നമുക്കത് വിശ്വസിക്കേണ്ടി വരും. മറ്റ് സിനിമാ താരങ്ങളും ഈ രീതിയിൽ അവിടെ പെട്ടതായിരിക്കും. പക്ഷേ സിനിമാ താരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതോടുകൂടി അവരും ഒരു പ്രതിരോധത്തിലായ സാഹചര്യമുണ്ട്. പക്ഷേ അവരൊരു പക്ഷേ ഈ പെരുമ്പാവൂർ അനസുമായി മുൻ പരിചയം കാണില്ല. ഈ രീതിയിലൊക്കെ ദുബായിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ അവർ പ്രതിഫലം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്തതായിരിക്കാം. പക്ഷേ ഷിയാസ് കരീമിന്റെ കാര്യം അങ്ങനെയല്ല. അവർ തമ്മിൽ പെരുമ്പാവൂർ അനസുമായി ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി വ്യക്തിബന്ധമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഔറംഗസേബുമായിട്ടുള്ള സംഭാഷണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വളരെ അടുപ്പമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇടപെടുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷിയാസ് കരീം എന്ന നടന്, മോഡലിന് കൊച്ചിയിലെ പല ഗുണ്ടാ നേതാക്കന്മാരുമായി, ഗുണ്ടാ തലവന്മാരുമായി ബന്ധമുണ്ട് എന്ന് തന്നെ ഇതിലൂടെ സംശയിക്കണം, മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ടോം, ഈ സ്വർണം കടത്തുന്നത് പൊട്ടിക്കുക എന്ന ഒരു പ്രവൃത്തി, അത് കഴിഞ്ഞിടയ്ക്ക് അർജുൻ ആയങ്കിയെ ഒരിക്കൽ പിടികൂടിയപ്പോൾ അതിൻ്റെ കുറേ വിശദാംശങ്ങൾ പുറത്തു വന്നു. അല്ലാതെയും ഈ സ്വർണം കടത്തുമ്പോൾ അതിൽ നിന്ന് തട്ടിയെടുക്കുകയും പിന്നീട് അവർ തമ്മിലുള്ള പക വർദ്ധിക്കുകയും പരസ്പരം വൈരാഗ്യം തീർക്കുകയും അതിന് ഗുണ്ടാസംഘങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന വലിയ സംഭവങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വിദേശ അന്തർദേശീയ ബന്ധങ്ങളുണ്ട് എന്നൊരു പരിധിവരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് കൂടി ചലച്ചിത്ര ലോകത്തെ ബന്ധിപ്പിക്കുകയാണോ ഈ സംഭവങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനു, നമുക്കറിയാം കേരളത്തിന്റെ 3 മേഖലകളിലായി ഗുണ്ടാ സംഘങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അർജുൻ ആയങ്കിയെ പോലെ, അതല്ലെങ്കിൽ കൊടി സുനിയെ പോലുള്ള രാഷ്ട്രീയ CPM-ന്റെ രാഷ്ട്രീയ തണലിൽ വളർന്നു വന്ന
ഗുണ്ട തലവന്മാർ മലബാർ മേഖലയിലുണ്ട്. തിരുവനന്തപുരം മേഖലയിലേക്ക് വന്നാൽ ഓം പ്രകാശ് അതല്ലെങ്കിൽ ഉത്തംപാൽ രാജേഷിനെ പോലുള്ളവർ മധ്യ കേരളത്തിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് വന്നത്, കൊച്ചിയാണ് ഈ അധോലോക കേന്ദ്രമെന്ന്, കേരളത്തിൽ തന്നെ അധോലോക കേന്ദ്രമെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പെരുമ്പാവൂർ അനസുണ്ട്, മരട് അനീഷ്, ഭായി നസീർ, അതോടൊപ്പം തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ അങ്ങനെ ഇവർ ഈ സംഘങ്ങൾ തമ്മിൽ, ഈ ഗുണ്ടാ തലവന്മാർ തമ്മിൽ ഒരു വ്യക്തിബന്ധമുണ്ട്, പല ഇടപാടുകളും നടക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണ്. നമുക്കറിയാം രാമനാട്ടുകരയിൽ ഏതാനും നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം എസ്കോട്ട് പോയ വാഹനം ഇടിച്ചെന്ന് 5 യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഗുണ്ടാ സംഘങ്ങളായിരുന്നു. അത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഗുണ്ടാംഗ സംഘങ്ങളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മലബാർ മേഖല, ഈ കൊടുവള്ളി ഉൾപ്പെടുന്ന മേഖലകളില് പലപ്പോഴും ഈ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെയും മലബാറിലെ, അതായത് അർജുനായങ്കിയെ പോലെ അല്ലെങ്കിൽ കൊടിയസ്പനിയെപ്പോലുള്ള ആളുകൾ ഇടനിലക്കാരായി ഇവരെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായ രാഷ്ട്രീയ തണലുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലമുണ്ട്. ഇവരെയൊക്കെ ഏതെങ്കിലും കേസുകളിൽപ്പെട്ടാൽ ഊരിക്കൊണ്ടു പോരാനായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ കൃത്യമായും ഇടപെടുമെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തുകയുമുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിധിവരെയും ഈ ഗുണ്ടാ നേതാക്കന്മാർക്ക് ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഇവരുടെ, അതായത് ഭരണ നേതൃത്വവും ഇവിടുത്തെ പോലീസും ഒക്കെയാണ്. ഈ പെരുമ്പാവൂരത്ത് 3 മാസം മുൻപാണ് കേരളം വിട്ടത്. വലിയൊരു ട്രേഡിംഗ് തട്ടിപ്പ് നടത്തി കേരളം വിട്ടു എന്ന് പറയുന്നു പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലുള്ള വ്യക്തി. പക്ഷേ അതാണ് ടോം, ഇയാൾക്ക് എങ്ങനെ രാജ്യം വിടാൻ കഴിയുന്നു? രാജ്യം വിട്ടു എന്നൊക്കെയുള്ള വിവരങ്ങളല്ലേ പുറത്തു വരുന്നത്? വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്നു, മറ്റ് ആധാർ കാർഡുകൾ പോലുള്ള രേഖകൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ കഴിയുകയും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇത്രയും വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കൾക്കൊക്കെ ഈ രാജ്യം വിട്ട് പെട്ടെന്ന് പോകാൻ കഴിയുന്നു എന്നത് എല്ലാവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായും. കാരണം നമുക്കറിയാം ഈ പെരുമ്പാവൂർ അനസിന് നിലവിലൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അത് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പെരുമ്പാവൂർ അനസ് കേരളം വിടുന്നത്. പിന്നീട് തമിഴ്നാട്ടിലും കർണാടകയിലുമായി മാസങ്ങളോളം താമസിക്കുന്നു. കർണാടകയിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ രേഖകൾ, വ്യാജ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും തരപ്പെടുത്തി പിന്നീട് പാസ്പോർട്ടിന് അപേക്ഷിച്ച് അവിടെ നിന്നും പുതിയ പാസ്പോർട്ട്, അതായത് നമ്മൾ അതിന്റെ തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ് കഴിഞ്ഞ ദിവസം. പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിലൂടെയാണ് നാട് വിട്ടത്, ദുബായിലേക്ക് കടന്നത്. ഇത് നമ്മുടെ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തുവിടുന്നതുവരെയും ഇവിടുത്തെ ഒരു വിധത്തിലുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികളും ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല എന്നത് തന്നെയാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഗുരുതരമായ ഒരു ഇന്റലിജൻസ് വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം പെരുമ്പാവൂർ അനസിനെ പോലെ നിരവധി കൊലക്കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ് നിരീക്ഷിക്കുന്നതിൽ പോലും ഈ നമ്മുടെ ഈ പോലീസ് സംവിധാനം, സേന പരാജയപ്പെട്ടു എന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും. കാരണം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കേരളത്തിലെമ്പാടും ഗുണ്ട ആക്രമണം പലയിടങ്ങളിലും അരങ്ങേറുന്നുണ്ട്. മരട് അനീഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മരട് അനീഷ് വീണ്ടും കളത്തിൽ സജീവമാകുന്നത്. പിന്നീട് കൊച്ചിയിൽ അദ്ദേഹം ഒരു ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ജയിലിലാകുന്നു. ജയിലിൽ വെച്ച് ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായി ആക്രമണത്തിന് ഇരയാകുന്നു. അങ്ങനെ വീണ്ടും ഈ ഗുണ്ടാ സംഘങ്ങൾ കേരളത്തിൽ സജീവമാകുമ്പോഴും നമ്മുടെ പോലീസ് സംവിധാനം ഇപ്പോഴും ഉണർന്നിട്ടില്ല എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് മനു. അതുപോലെ തന്നെ ഈ സ്വന്തം സംഘത്തിലെ ആളുകൾക്കെതിരെ കൊട്ടേഷൻ നൽകുക, അതുപോലെ സ്വന്തം സംഘത്തിലുള്ള ആളുകൾ തമ്മിൽ തർക്കം ഉണ്ടാക്കുക, അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും ഇതിൻ്റെ പലപ്പോഴായി പുറത്തു വരുന്നത്. ഈ അനസും സമാനമായ രീതിയിൽ സ്വന്തം സംഘത്തിനെതിരെ നീങ്ങി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് ഇവർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം? സ്വാഭാവികമായും സാമ്പത്തിക വിഷയങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. സാമ്പത്തിക വിഷയങ്ങളുണ്ട്. അതോടൊപ്പം ഒരു ഗുണ്ടാ തലവനിൽ നിന്നും മറുചേരിയിലേക്ക് മാറുന്നടക്കമുള്ള വിഷയങ്ങളുണ്ട്. നമ്മളോട് നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബ് കൊച്ചിയിലെ ഗുണ്ടാ തലവനായിട്ടുള്ള തമ്മനം ഫൈസലിന്റെ സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നീട് തമ്മനം ഫൈസലിൽ നിന്നാണ് പെരുമ്പാവൂർ അനസിന്റെ ഒപ്പം വരുന്നു, പെരുമ്പാവൂർ അനസിന്റെ വലങ്കയാകുന്നു. അതിനിടെ ഈ നിലവില് ഒരു ഉണ്ണിക്കുട്ടൻ കൊലക്കേസ്, അതായത് പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗത്തിൽ ഉണ്ടായിരുന്ന ഉണ്ണിക്കുട്ടൻ, ഗുണ്ടയായ ഉണ്ണിക്കുട്ടനെ കർണാടകയിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി, കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതിയാണ് ഔറംഗസേബ്. അത് ഒരു ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടായിരുന്നു. കാരണം ഈ ഉണ്ണിക്കുട്ടൻ പോലീസിന് വിവരങ്ങൾ ചോർത്തുന്നു എന്ന്
പെരുമ്പാവൂർ അനസിന് സംശയം തോന്നുന്നു. അങ്ങനെയാണ് ആ ഒരു കൊലപാതകം അരങ്ങേറുന്നത്. ആ കേസിൽ 2 വർഷത്തോളം ബെല്ലാരിയിലെ ജയിലിലായിരുന്നു ഔറംഗസേബ്. ആ കേസിന്റെ വിചാരണ നടക്കുകയാണ്. അങ്ങനെയാണ് ഔറംഗസേബ് പുറത്തിറങ്ങുന്നതും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതും നമ്മോട് ഈ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നത്. ഇതുപോലെ നിരവധി കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഗുണ്ടാക്കുടിപ്പുകൾ, അതായത് സ്വന്തം സംഘത്തിൽ നിന്നും മാറിയതിന്റെ പേരിൽ പലരെയും വകവരുത്താനുള്ള ആസൂത്രണം പോലും പെരുമ്പാവൂർ അനസ് നടത്തിയിരുന്നു. നിഷിൽ എന്ന ഒരു ആലുവയിലെ നിഷിൽ എന്നൊരു യുവാവിനെ സമാനമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. ഔറംഗസേബ് പറയുന്നതനുസരിച്ച്, വെളിപ്പെടുത്തൽ നടത്തിയതനുസരിച്ച് 3 പേരെ വധിക്കാനുള്ള നീക്കങ്ങൾ പെരുമ്പാവൂർ അനസിന്റെ ഭാഗത്തുനിന്ന് ഈ സമീപകാലത്ത് ഉണ്ടായി. പിന്നീട് അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. നിഷിലുമായി ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചതാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായിയാണ്. പക്ഷെ അതിന്റെ കാരണങ്ങളിലേക്കൊക്കെ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കണം. എന്തായിരിക്കാം ആ രീതിയിൽ ഒരു വധശ്രമത്തിന് കാരണമായതെന്നൊക്കെ. ഇവരുടെ ഒരു ഓപ്പറേഷന്റെ രീതി പോലും വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൽ വെച്ചല്ല ഇത് നടപ്പാക്കുന്നത്. ഒരു കൊട്ടേഷൻ വർക്ക് കിട്ടിയാൽ ഇവിടെ നിന്നും ആളുകളെ തട്ടിക്കൊണ്ടുപോകും, കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ കൊണ്ടുപോകും. കാരണം കേരളത്തിൽ ഏതെങ്കിലും ക്രിമിനൽ കേസ് പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത് കാപ്പ വരും, 6 മാസം ജയിലിലാകും. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനങ്ങൾ, അതായത് അവിടുത്തെ ഇതിലൊക്കെ പഴുതുകൾ കാണാം. പലപ്പോഴും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല ഈ പറയുന്ന തമിഴ്നാട് ഉൾപ്പെടുന്ന ഉൾഗ്രാമങ്ങളിൽ വെച്ചൊരു കൊട്ടേഷൻ പ്രവർത്തനം നടപ്പാക്കിയാൽ അവിടെ ഇതിന്റെ അന്വേഷണം പോലും ആ പോലീസിനായിരിക്കും, തമിഴ്നാട്ടിലോ കർണാടകയിലോ പോലീസിനായിരിക്കും. സ്വാഭാവികമായും ഇത്തരം കേസുകളുടെ പിന്നാലെ പോകാനൊക്കെ അത്ര അവിടുത്തെ പോലീസുകാർ മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യം പഴുതുകളെല്ലാം മനസ്സിലാക്കി, നമ്മുടെ നിയമത്തിന്റെ പഴുതുകളെല്ലാം മനസ്സിലാക്കി തന്നെ ഇവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ടോം, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ മയക്കുമരുന്ന് നമുക്കിപ്പോൾ നമ്മളുടെ പോലീസ് പെട്രോളിലും അതുപോലെ സ്പോട്ട് ലൈവിലും നമ്മൾ ഒട്ടനവധി തവണ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തുകൾ. ഈ ചലച്ചിത്ര മേഖലയിലും ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള പരാതികൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. ഈ ഗുണ്ടാ സംഘങ്ങളും അതിൻ്റെ കണ്ണികൾക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കാൻ നമുക്ക് കഴിയുമോ? എന്താണ് അത് സംബന്ധിച്ച് ടോമിന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ ഗുണ്ടാ തലവന്മാരുടെ ഇടപെടലുകൾ പല രീതിയിലാണ്. നേരത്തെ ഔറംഗസേബ് വെളിപ്പെടുത്തിയതനുസരിച്ച് പരിശോധിച്ച് നോക്കിയാൽ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഗൗരവമായി കാണേണ്ട ഒരു വിഷയം ലഹരി ഇടപാടാണ്. അതിൽ കൊച്ചിയിലെ ഇത് പല ഗുണ്ടാ സംഘങ്ങളും ലഹരി ഉപയോഗിക്കാത്തവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്. പക്ഷേ ഇത്തരം ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് അതിന്റെ ഒരു വലിയ ഭീമമായിട്ടുള്ള ഒരു തുക ഇവർക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ രീതിയിൽ സ്വർണം പൊട്ടിക്കലും ലഹരി ഇടപാടുകളിലേക്കൊക്കെ ഇവർ കടക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് പുറത്തുനിന്നും സംസ്ഥാനത്തിന്റെ അതായത് കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തിക്കുമ്പോൾ എസ്കോർട്ടായൊക്കെ പോകുന്നവരും ഈ കൊട്ടേഷൻ സംഘത്തിലുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പോലീസ് വ്യാപകമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തൽ, കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ATF ചോദ്യം ചെയ്തിരുന്നു. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. മറ്റ് ഗുണ്ടാ സംഘങ്ങളെ കുറിച്ചുള്ള അവരുടെ ഇടപെടലുകളും സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പെരുമ്പാവൂർ അനസിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിലെ നമ്മുടെ അന്വേഷണ സംഘങ്ങളുടെ പരിശോധന പുരോഗമിക്കുന്നത്. വളരെ വ്യക്തമാണ് ടോം പുറത്തുവിട്ട ഈ ഔറംഗസേബിൻ്റെ അഭിമുഖവും അതിൽ നിന്നുള്ള വിവരങ്ങളും കേരള സമൂഹത്തെ തന്നെ വലിയ തോതിൽ ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് കരുതാം. എന്നോടൊപ്പം ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, ഈ ഔറംഗസേബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തു വ്യക്തമായി എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? കൂടുതൽ ആളുകളിലേക്ക് ഇത് പോകുന്ന അന്വേഷണം നീങ്ങേണ്ടതിൻ്റെ സാഹചര്യം ഉണ്ടോ? ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഗുരുതരമായ മറ്റ് കുറ്റകൃത്യങ്ങളുടെ പങ്കിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുണ്ടോ? മനോഭരത്ത് നമ്മൾ സൂചിപ്പിച്ച് ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന കാര്യം, ഔറംഗസേബിനെ വിളിച്ചിട്ടുള്ളത് ന്യൂസ് 18 പുറത്തുവിട്ട, ഔറംഗസേബ് ന്യൂസ് 18 വഴി പുറത്തുവിട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ ATS ആയാലും മറ്റ് ഏജൻസികളായാലും ഇത് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ നമ്മൾ ഔറംഗസേബിനോട് ചോദിച്ചപ്പോൾ, അതായത് ചോദ്യം ചെയ്യലിന് കയറുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടാനായിരിക്കാം എന്നാണ്. അതേസമയം ആ ചോദ്യം ചെയ്യൽ 6.5 മണിക്കൂറാണ് ഇന്നലെ നീണ്ടത്. അതിനുശേഷം
നമ്മളോട് പെരുമ്പാവൂർ അനസിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണമാണ്, കൂടുതൽ വിവരങ്ങളാണ് ATS ചോദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ അനസിന്റെ ലഹരി ബന്ധങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൊട്ടേഷൻ കാര്യങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെയാണ്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഔറംഗസേബിനെ ചോദ്യം ചെയ്തപ്പോൾ, ATS ചോദ്യം ചെയ്തപ്പോൾ ചോദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ ഒരു വാർത്തയെ തുടർന്ന് വലിയ ഇമ്പാക്റ്റാണ് കേരളത്തിൽ ഇങ്ങോളം ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സംഭവത്തിന് ശേഷം ഔറംഗസേബിന്റെ ഈ വെളിപ്പെടുത്തൽ, ഔറംഗസേബ് എന്ന് പറയുന്നത് പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന വലിയ ഗുണ്ട രാജാവിന്റെ വലം കൈയായി നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. 10 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെയും മറ്റു അല്ലെങ്കിൽ അധോലോക സംഘങ്ങളുടെയും കൂടുതൽ വിവരങ്ങൾ കൃത്യമായി ഔറംഗസേബിന് പറയാൻ കഴിയും. മനു ഭാരത് സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലെ ബന്ധങ്ങൾ ഇത്രത്തോളം തീവ്രമായിരുന്നു, അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ഗുണ്ടാ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ഇത്രത്തോളം തീവ്രമായിരുന്നു, അല്ലെങ്കിൽ ഇത്ര വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് വൈകി എന്ന് വേണം പറയാൻ. ഇതേ സാധ്യത തന്നെയാണോ പോലീസിനുള്ളത് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടാക്കുകയാണ്. കാരണം ഇതൊരു വലിയ അനസിന് ഒരു പ്രയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ രാജ്യം വിട്ടു പോകാൻ കഴിയുന്നു, അതിനുള്ള രേഖകൾ ഉണ്ടാക്കാൻ കഴിയുന്നു, അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്ന് വ്യക്തമാണ്, രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. അതിൽ ഈ കലാകാരന്മാർ പോലുള്ള ആളുകളെ കണ്ണികളാക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇത്തരം ഒട്ടനവധി സംഭവങ്ങളിലേക്ക് ഈ അന്വേഷണം നീളേണ്ടതല്ലേ? മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓഡിയോ ടേപ്പിൽ പോലും 3 വർഷം മുമ്പ് നടന്ന ഒരു കൊട്ടേഷൻ സംഭവത്തെക്കുറിച്ചൊക്കെയുള്ള പ്രതിപാദങ്ങൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നാളിതുവരെ നടന്നിട്ടുള്ള ഇത്തരം കൊട്ടേഷൻ പരിപാടികളെക്കുറിച്ചും അല്ലെങ്കിൽ കൊട്ടേഷൻ ഏർപ്പാടുകളെക്കുറിച്ചും ഒക്കെയുള്ള വിശദമായ ഒരു അന്വേഷണം, അതിൻ്റെ അനിവാര്യതയിലേക്കൊക്കെ അല്ലേ നമ്മൾ പുറത്തുവിടുന്ന ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും മനു ഭരത്, കാരണം ഷിയാസ് കരീം എന്ന് പറയുന്ന മോഡൽ അല്ലെങ്കിൽ ഒരു നടൻ നമ്മളോട് പറഞ്ഞത്, ഷിയാസ് കരീം എന്ന നടനുമായിട്ട് ഔറംഗസേബിനുണ്ടായ ബന്ധമാണ് നമ്മൾ ആ ഓഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും മാത്രം. കാരണം എന്ന് വെച്ചാൽ വിനയ് ഫോർട്ട് അല്ലെങ്കിൽ ശ്വേത മേനോൻ, മാളവിക മേനോൻ, സ്വാസിക തുടങ്ങിയ താരനിര തന്നെയാണ് പെരുമ്പാവൂർ അനസിന് ദുബായിലെ ഈ നിയമ ഫേമിന് അല്ലെങ്കിൽ ലോ ഫേമിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് പങ്കെടുത്തത്. ഇത് പ്രവാസികളുടെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ്. അത്തരത്തിലാണ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തതും. അതുകൊണ്ട് തന്നെ വലിയ ഭീമമായ തുക വാങ്ങി വിദേശങ്ങളിൽ അല്ല പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം ഇനാഗുറേഷന് പോകുന്ന ഒരു രീതി നമ്മുടെ താരങ്ങൾക്കുണ്ട്. ഇതിന്റെ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസ് എന്താണ്, ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത്തരം ഒരു കാര്യങ്ങളിൽ, ഇത്തരം ചടങ്ങുകൾക്ക് പങ്കെടുക്കുമ്പോൾ അതിനൊരു ഇവന്റ് മാനേജ്മെന്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കൂടുതൽ ഇൻഫർമേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാകണമായിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ തേടണമായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത വേണമായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം തനിക്ക് പറ്റിപ്പോയി എന്ന് തന്നെ വിനയ് ഫോർട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഈ പ്രമുഖ താരനിരകളിലുള്ള ആളുകളെല്ലാം ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെയുള്ള ഇവന്റ് മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ PR ഏജൻസിയുടെയോ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കാം. ഇവിടെ ഒരു ചടങ്ങുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട്, അവർ ഇത്ര കാശ് തരും, അവർ ഇന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്നുള്ള ഒരു വിവരണം മാത്രമേ അതിലൂടെ അവർക്ക് ലഭിക്കാറുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വിനയ് ഫോർട്ട് തന്നെ നമ്മളോട് പറഞ്ഞു, ഇതിൽ കുറച്ചുകൂടി പണി കിട്ടിയപ്പോഴാണ് മനസ്സിലാക്കിയത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു എന്ന്. അതേ കാര്യം തന്നെ ശ്വേതാ മേനോനൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നിരുന്നാൽ പോലും അവരുടെ ഒരു കുടുംബ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് അവർക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല. ആരാണ് ഈ പെരുമ്പാവൂർ അനസ്, ഗുണ്ടാ ലോകവുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല എന്ന് തന്നെ വേണം. അല്ലെങ്കിൽ ഇത്തരം ഒരു ഇനാഗുറേഷൻ ക്ഷണിച്ച ഒരാൾ, അതാണ് അതിന്റെ വിശദാംശങ്ങൾ. ഏതായാലും ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല വിവരങ്ങളും പുറത്തുവിട്ടു. ഇനിയും തുടർ ദിവസങ്ങളിലും അതിൻ്റെ ബാക്കി ഉണ്ടാകും എന്ന കാര്യവും വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നൽകിയ പരാതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
സ്പോട്ട് ലൈവ് തുടരുന്നു. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. ജാതീയമായി അധിക്ഷേപിച്ചു എന്നാണ് പരാതി. പരാമർശം ഉൾപ്പെടുന്ന അഭിമുഖത്തിന്റെ വീഡിയോ ലിങ്കും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. 10ലധികം പേജുള്ള പരാതി വഞ്ചിയൂർ പോലീസിന് കൈമാറി. കൂടുതൽ വിവരങ്ങൾ നവമി ദിനേശ് നൽകും. നവമി, ഈ പരാതി കൈമാറിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ഇനി അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. പോലീസ് നൽകുന്ന വിവരം എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകൾ ഈ കേസിൽ ചുമത്താനാകും എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്? മനു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കലാമണ്ഡലം സത്യഭാമ RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിക്കാത്ത തരത്തിൽ ഒരു വളരെ മോശകരമായിട്ടുള്ള പരാമർശം ഒരു ഓൺലൈൻ ചാനലിന്റെ ഇന്റർവ്യൂവിനിടയിൽ നൽകിയത്. ഇത് വളരെയധികം പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചതും. RLV രാമകൃഷ്ണന്റെ വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ് കേരള സമൂഹം നൽകിയതും. ഒപ്പം തന്നെ സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് RLV രാമകൃഷ്ണൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതൊരു അപകീർത്തിപരമായിട്ടുള്ള കേസായതിനാൽ ഒരു സിവിൽ കേസായി പരിഗണിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ചില നിയമോപദേശവും തേടേണ്ടതുണ്ട്. ഈ കേസ് എത്രത്തോളം ദൂരം പോകുമെന്നതിൽ പോലീസിനും ഒരു സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ വകുപ്പുകൾ ഇടാമെന്ന് അടക്കമുള്ള കാര്യങ്ങൾക്കായി ഒരു നിയമോപദേശത്തിനായി പോലീസ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. ഈ ഓൺലൈൻ ചാനലിന് ഇന്റർവ്യൂ നൽകിയത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് വഞ്ചൂർ പോലീസിന് ഈ കേസ് കൈമാറാനാണ് പോലീസിന്റെ തീരുമാനം. ഓൺലൈനായിട്ടായിരിക്കും ഈ പരാതി കൈമാറുകയും ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വഞ്ചൂർ പോലീസായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതിന്റെ ആദ്യഘട്ടമായി ഈ ഓൺലൈൻ ചാനലിൽ നിന്നും വിശദീകരണം തേടും. അതോടൊപ്പം തന്നെ ഈ ഇന്റർവ്യൂ നടത്തിയ വീഡിയോയുടെ ഒറിജിനൽ ക്ലിപ്പ്, ഈ ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളടക്കം പോലീസ് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും സത്യഭാമയുടെ ചോദ്യം ചെയ്യലടക്കം പോകുന്ന ഒരു സാഹചര്യം. അതിന് മുന്നോടിയായി RLV രാമകൃഷ്ണനിൽ നിന്നും വിശദമായിട്ടുള്ള ഒരു മൊഴി എടുക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വീഡിയോ, ഈ ഇന്റർവ്യൂ, അതിനുശേഷം സത്യഭാമയുടെ പ്രതികരണം, മാധ്യമപ്രവർത്തകരോടുള്ളൊക്കെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ RLV രാമകൃഷ്ണന്റെ അവർ ആവർത്തിക്കുന്നുണ്ട്, സത്യഭാമ ആവർത്തിക്കുന്നുണ്ട്, RLV രാമകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടില്ല, താൻ ആരെയും പേര് പറഞ്ഞല്ല ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ കൂടിയും വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ അത് RLV രാമകൃഷ്ണനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തവുമാണ്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം നിലനിന്നിരുന്നതും. പിന്നീട് RLV രാമകൃഷ്ണനെ കേരളത്തിൽ എല്ലായിടത്തും നിരവധി സ്വീകരണങ്ങൾ ഒരുക്കുകയും അദ്ദേഹത്തിന് പിന്തുണയുമായി വലിയ രീതിയിലുള്ളൊരു ആൾക്കൂട്ടം തന്നെ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ RLV രാമകൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു, ഇത് കേസുമായി തന്നെ താൻ മുന്നോട്ട് പോകും, തനിക്ക് വളരെ രീതിയിലുള്ള ഒരു മനോവിഷമം ഇത്തരത്തിലുണ്ടായി. ഒപ്പം തന്നെ ഈ കലാരൂപത്തെ തന്നെ മോശമാക്കുന്ന ചില പരാമർശങ്ങൾ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് RLV രാമകൃഷ്ണൻ അന്നൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയുമായി ചാലക്കുടി ഡിവൈഎസ്പിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നിയമോപദേശമാണ് പോലീസ് തേടിയിരിക്കുന്നത്. ഒരു സിവിൽ കേസായി രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത. അതോടൊപ്പം ഏതൊക്കെ വകുപ്പുകൾ എടുക്കാം എന്നതിലും പോലീസിന് ഇനി നിയമോപദേശം തേടേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഒപ്പം തന്നെ നവമി, 10 പേജിലധികം ദൈർഘ്യമുള്ളതാണ് ഈ പരാതി എന്ന് നവമി സൂചിപ്പിക്കുന്നു. സുപ്രധാനമായും ഈ ഒരു ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, നിറത്തെ സംബന്ധിച്ചുള്ള ഒരു അധിക്ഷേപമുണ്ട്, വ്യക്തിപരമായ ഒരു അധിക്ഷേപമുണ്ട്. അങ്ങനെ ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു ക്രിമിനൽ നടപടിക്ക് വേണമെങ്കിൽ പോലും ഇത് സാധ്യമല്ലേ ഇത്തരം ഒരു പരാതി പോലീസിന്? ഒരുപക്ഷെ നവമി സൂചിപ്പിച്ചതുപോലെ അത് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് മുന്നോട്ട് നീങ്ങുക. എങ്കിലും വലിയ തോതിൽ കേരള സമൂഹം ഈ പരാമർശം വന്ന ശേഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയൊക്കെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി ഈ കേസ് കൈകാര്യം ചെയ്യണമെന്നൊരു സമ്മർദ്ദം പോലീസിന് മുകളിൽ സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? തീർച്ചയായും മനു, കാരണം ഈ ഒരു പരാമർശത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം RLV രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രിമാരടക്കം, സർക്കാരടക്കം, ഒപ്പം ഈ കലാമണ്ഡലത്തിലെ അധ്യാപകരടക്കം വലിയ രീതിയിലുള്ള എല്ലാ ഈ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം തന്നെ RLV രാമകൃഷ്ണന് എല്ലാവിധത്തിലുള്ള പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വിമർശനവും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്
ഈ കേസെടുക്കുക, ഇതിനു ശേഷമുള്ള തുടർ നടപടികൾ എത്രയും വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദം പോലീസിന് മേലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്നത്. അതായത് ഈ ഇന്റർവ്യൂ സത്യഭാമ ഓൺലൈൻ ഒരു ചാനലിനാണ് കൊടുത്തത്, യൂട്യൂബ് ചാനലിനാണ് ഇന്റർവ്യൂ കൊടുത്തത്. ഈ ഇന്റർവ്യൂവിന്റെ ഒറിജിനൽ ക്ലിപ്പുകൾ, അതോടൊപ്പം ഈ സ്ഥാപനത്തിലെ ഈ അഭിമുഖം നടത്തിയ ആളെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തന്നെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, ജാതീയ അധിക്ഷേപം നടത്തി, ഒപ്പം തന്നെ തന്നെ ഒരു വർണ്ണ വിവേചനത്തിന് വരെ താൻ ഒരു ഇരയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സത്യഭാമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഈ ക്ലിപ്പ്, അതായത് ഈ ഓൺലൈൻ ചാനലിൽ വന്ന, യൂട്യൂബ് ചാനലിൽ വന്ന അഭിമുഖം അടക്കം നൽകിക്കൊണ്ടാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്തായതിനാൽ വഞ്ചൂർ പോലീസിനാണ് പരാതി കൈമാറുക. ഓൺലൈനായി തന്നെ ഉടൻ തന്നെ പരാതി കൈമാറുമെന്നും ഡിവൈഎസ്പി അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും പരാതി കിട്ടിയാൽ ഉടൻ തന്നെ തുടർ നടപടികളിലേക്ക് സ്വീകരിക്കാനാണ് പോലീസിന്റെ ഈ നീക്കം. അതോടൊപ്പം ഞാൻ ആദ്യമായി സൂചിപ്പിച്ചതുപോലെ അപകീർത്തി കേസായതിനാൽ ഒരു സിവിൽ കേസായി രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. എങ്കിൽ പോലും നിയമോപദേശം തേടേണ്ടതുണ്ട്. ക്രിമിനൽ കേസായി തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു സമ്മർദ്ദം പോലീസിന്റെ മേലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ നിയമോപദേശം തേടുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ സത്യഭാമയ്ക്കെതിരെ ചുമത്തണമെന്നതിൽ പോലീസ് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ RLV രാമകൃഷ്ണന്റെ മൊഴിയെടുക്കും, ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും സത്യഭാമയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യുക. ഈ RLV രാമകൃഷ്ണൻ ഏതായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി പുറകോട്ട് പോകില്ല എന്ന് ഉറപ്പുമാണ്. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഇനി ഈ പരാതി സിവിൽ കേസായി മാത്രം കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം പൂർണ്ണതോതിൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? അതേ സംബന്ധിച്ച് പറ്റി എന്തെങ്കിലും RLV രാമകൃഷ്ണനിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ക്രിമിനൽ കേസിന് ആയി ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഒരു സംഭവം നടന്നതിന് ശേഷം RLV രാമകൃഷ്ണന് ലഭിച്ച പിന്തുണ നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാവരും തന്നെ, എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ളവരെല്ലാം തന്നെ RLV രാമകൃഷ്ണന് വേണ്ട പിന്തുണയുമായി പിന്തുണ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞതും. ഇതിന് പിന്നാലെ, അതായത് ഈ സംഭവം നടന്നതിന് പിന്നാലെ, ഈ ഒരു അധിക്ഷേപ വീഡിയോ പുറത്തെത്തിയതിന് പിന്നാലെ തന്നെ RLV രാമകൃഷ്ണൻ പറയുകയും ചെയ്തു, ഇത് തീർച്ചയായും താൻ പോലീസിൽ പരാതി നൽകും. കാരണം തന്നെ വ്യക്തിഹത്യ ചെയ്തു, തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, അതോടൊപ്പം തന്നെ തന്റെ നിറത്തെ വരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതും കലാമണ്ഡലം, ഈ ഒരു കലാമണ്ഡലം സത്യഭാമ ഇത്രയും അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്. എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? അത് പേര് പറഞ്ഞില്ലെങ്കിൽ കൂടിയും RLV രാമകൃഷ്ണനാണെന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ RLV രാമകൃഷ്ണന് വലിയൊരു പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സിവിൽ കേസ് എന്നതിലപ്പുറം ഒരു ക്രിമിനൽ കേസായി തന്നെ പോലീസ് ഇത് അന്വേഷിക്കും, സത്യഭാമയ്ക്കെതിരെ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ സത്യഭാമയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് RLV രാമകൃഷ്ണനും. കാരണം അത്രയേറെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസിനും ഈ കേസ് സിവിൽ കേസായി മാത്രം ഒതുക്കിക്കളയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കവുമില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നിയമോപദേശം തേടുക, അതായത് ഈ കേസ് ഏത് രീതിയിൽ സത്യഭാമയ്ക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താം എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് നിയമോപദേശം തേടും. അതിനുശേഷമായിരിക്കും ഇത് സിവിൽ കേസായിട്ടാണോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൽ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകരോടക്കം ഇതിന്റെ ബാക്കിയുള്ള ഇനി തുടർ നടപടികൾ ഏത് വിധത്തിലാകും, ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ കഴിയുമെന്ന രീതിയിലുള്ളൊരു ഉപദേശം പോലീസ് തേടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പോലീസിന്റെ നീക്കം. എന്തായാലും വേണ്ട രീതിയിലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്, പോലീസിന്റെ കൈവശമുണ്ട്. ഇനി കൂടുതലായി ഈ അഭിമുഖം നടത്തിയ വ്യക്തിയെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം RLV രാമകൃഷ്ണന്റെ വിശദമായ ഒരു മൊഴി എടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സത്യഭാമയെ ചോദ്യം ചെയ്യുക. എന്തായാലും ഈ ഒരു
സംഭവം കേരളത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ, അല്ലെങ്കിൽ RLV രാമകൃഷ്ണന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുകയും ഒപ്പം സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഈ മോഹിനിയാട്ടം കളിച്ചുള്ള ഒരു പ്രതിഷേധം അടക്കം RLVയിലടക്കം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ RLV രാമകൃഷ്ണന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുകയും ഒപ്പം തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതിനാൽ പോലീസും അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുകയും ചെയ്യുന്നത്. വളരെ വ്യക്തമാണ്. ഏതായാലും RLV രാമകൃഷ്ണൻ തൻ്റെ പരാതിയുമായി വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അത് കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു പരാമർശമാണ് RLV രാമകൃഷ്ണനെതിരെ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയും. സ്പോട്ട് ലൈവ് ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITU സമരം. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് CITU. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രിയുടെ വാഹനം വഴിയിൽ തടയും. ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് രണ്ടാം ഘട്ട സമരം എന്ന നിലയിൽ മാർച്ച് നടത്തുമെന്നും CITU പ്രഖ്യാപിച്ചു. അതിനാവശ്യമായ സ്ഥലം ഈ ഉത്തരവിട്ട മന്ത്രി തന്നെ കാണിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് വരും. അത് അംഗീകരിക്കാൻ കഴിയില്ല, ഇവരെ പട്ടിണിക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കണം. മന്ത്രിക്ക് വളരെ സുഗമമായി കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് അടക്കം ഞങ്ങളെ യാത്രാ വാഹനം അടക്കം ഞങ്ങൾക്ക് തടയേണ്ടി വരും എന്ന കാര്യം എന്താ ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, അത്രയല്ലേ ഉള്ളൂ. പോലീസിനെ കണ്ട് പേടിച്ച്, തോക്ക് കണ്ട് പേടിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. അത്തരം നിരവധി തോക്കുകളും നിരവധി ലാത്തികളും ഇതെല്ലാം കണ്ട് പേടിപ്പിച്ചും അതിന്റെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റിയും അങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CITU പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ VV വിനോദ് നൽകും. VV വിനോദ്, നമ്മളിപ്പോൾ കേട്ടത് KK ദിവാകരൻ മുൻ MLA-യുടെ പ്രസംഗമാണ്. മന്ത്രിയെ വഴിയിൽ തടയും, ആ നിലയിലേക്ക് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് CITU നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതൊരു ചെറുകിട സംരംഭം എന്ന നിലയിൽ ആരംഭിച്ച ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഈ മേഖലയിൽ സംരംഭം നടത്തുന്ന നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണോ? വലിയ പ്രതിഷേധത്തിന് സംസ്ഥാനം വേദിയാകുമോ? മനു, മന്ത്രിക്കെതിരെ ഭരണപക്ഷ സംഘടന തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഗണേഷിൻ്റെ തീരുമാനങ്ങൾ അത് വിവാദമാകുന്നു. ആദ്യം അദ്ദേഹം ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അത് ഒഴിവാക്കി ഡീസൽ ബസ്സുകൾ കൊണ്ടുവരും തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ എന്ന ഒരു പ്രസ്താവന നടത്തുകയും അത് മേയറും MLA VK പ്രശാന്തും ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്ത് വരികയും പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഒടുവിൽ ഗണേഷിനെ തിരുത്തുന്ന നിലയുണ്ടായി. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഗണേഷ് നടപ്പാക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനങ്ങൾ അദ്ദേഹം തന്നെ മെയ് ആദ്യം മുതൽ നടപ്പാകും എന്ന നിലയ്ക്ക് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളായി വന്നത് മന്ത്രിയുടെ അനുമതി തന്നെ ഇല്ലാതെ ഉദ്യോഗസ്ഥർ നടപ്പാക്കി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അതും വലിയ വിവാദമായി. 50 ഡ്രൈവിംഗ് ടെസ്റ്റുകളായി നിജപ്പെടുത്തുന്ന നില. ഏതായിരുന്നാലും ഇപ്പോൾ മന്ത്രിക്കെതിരെ CITU തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൽ CITU പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സ്വന്തമായി ഗ്രൗണ്ട് വേണം എന്നത് അടക്കമുള്ളതാണ് പരിഷ്കാരമായി വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രി തന്നെ ഇതെല്ലാം വാങ്ങി നൽകണം എന്ന കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഇത് ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ വാങ്ങി നൽകണം. സാധാരണക്കാരായ ആളുകൾ ഈ ഡ്രൈവിംഗ് പരിശീലനം നൽകി അവരുടെ ഉപജീവനം കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് ഈ രംഗത്ത് ധാരാളം വനിതകളുണ്ട്. അവർ തന്നെ കുടുംബം പോറ്റുന്നത് ഇങ്ങനെ ആളുകളെ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ചും ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിയുമൊക്കെയുമാണ്. അവിടെ BTech പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ബിരുദ യോഗ്യതയുള്ള ആളുകൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വേണമെന്ന ഒരു നിർദ്ദേശം കൂടി നേരത്തെ ഈ മന്ത്രിയുടേതായി വന്നിട്ടുണ്ട്. അത് നടപ്പാകുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. മെയ് മുതൽ ഈ പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരും. ഡ്രൈവിംഗ് ടെസ്റ്റ് നൽകി ലൈസൻസ് നൽകുന്നതിന് ഓടിച്ചു കാണിക്കേണ്ട രീതിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ തമിഴ്നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ആളുകൾക്ക് എടുത്തു കൊടുക്കാമെന്ന നിലയിൽ പത്രത്തിൽ പരസ്യം നൽകിയത്. അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ എവിടെയും വാഹനം ഓടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ
ഈ നൂലാമാലയൊന്നുമില്ല, ഈ ഇപ്പോൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ അതിൻ്റെ പകുതി പോലും പ്രയാസമില്ലാതെ ആളുകൾക്ക് ലൈസൻസ് കിട്ടുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ലൈസൻസ് എടുക്കുന്ന നിലയുണ്ടാകും. ഇങ്ങനെ ഒരു പരസ്യം നൽകിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്കെതിരെ ഇപ്പോൾ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്, മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ ഈ പരിഷ്കാരങ്ങൾ നടപ്പായാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിനുള്ള ഏജന്റുമാർ അത് പല സ്ഥലങ്ങളിലും ഈ കുമിള പോലെ അവർ പൊന്തി വരും. വിനോദ് ഒരു നിമിഷം എന്നോടൊപ്പം തുടരണം. മറ്റൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. വിനോദ് അല്പസമയം തുടരണം. ഗതാഗത വകുപ്പിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLAയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കടകംപള്ളി പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിൽ ആയിരക്കണക്കായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അത് മെയ് ആയിരുന്നാലും ജൂൺ ആയിരുന്നാലും അവരുടെ മനസ്സിനകത്ത് വേവലാതിയുണ്ട്. ആ വേവലാതിക്ക് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കേരളത്തിലെ പുതുതായി ചുമതലയേറ്റ മന്ത്രി എന്നുള്ള നിലയിൽ ഈ വകുപ്പ് വളരെ നന്നായി നടത്തിക്കൊണ്ടു പോകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിനോടെല്ലാം നമ്മൾ യോജിക്കുകയാണ്. KSRTCയിൽ വരുത്തിയിരിക്കുന്നതായിട്ടുള്ള പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ KSRTC ഗുണകരമായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടെ ഈ മോട്ടോർ വാഹന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആയിരക്കണക്കായിട്ടുള്ള സഹോദരന്മാരാണ്, തൊഴിലാളികളാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി ജീവിക്കുന്നത്. അവരെ ജീവിക്കാൻ അനുവദിക്കണം. യെസ് വിനോദ്, അതാണ് ഒരു MLA, CPMന്റെ MLA ആ രീതിയിൽ പ്രതികരിക്കുന്നു. CPMന്റെ മുൻ MLA KK ദിവാകരന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും നമ്മൾ കേട്ടു. എന്താണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്? ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ സ്വരം മുന്നണിക്കകത്ത് നിന്ന് തന്നെ വരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? KK ദിവാകരൻ തന്നെ രാവിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, പക്ഷേ അവർ നിസ്സഹായാവസ്ഥ പറയുകയാണ്. ഇത്തരമൊരു പരിഷ്കാരത്തിന്റെ ആവശ്യമില്ല, പക്ഷേ എന്തു ചെയ്യാം, മന്ത്രി പറയുന്നു, അത് കേൾക്കാതെ തരമില്ല എന്നൊരു കാര്യം ഉദ്യോഗസ്ഥർ തങ്ങളോട് പറയുന്നു എന്നാണ് CIT നേതൃത്വം പറയുന്നത്. കടകംപള്ളി പറയുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ആയിരുന്ന ആളാണ്, ഇപ്പോൾ MLA ആണ്, CPMന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, അതായത് CPMുമായോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായോ കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായി ഗണേഷ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ഇപ്പോൾ തന്നെ മുന്നണിക്കകത്തുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ, അതായത് നഗരത്തിന് മാർക്ക് നൽകി ഈ ഇന്ത്യയിലെ മികച്ച നഗരങ്ങളെ കണ്ടെത്തുമ്പോൾ അവിടെ ഈ പൊല്യൂഷൻ നിയന്ത്രിക്കുക എന്നൊരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അതിൽ എത്ര ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് ലാഭനഷ്ടം നോക്കി മാത്രമല്ല, നേരത്തെ ആന്റണി രാജുവിൻ്റെ സമയത്തുള്ള കണക്കുകൾ പുറത്തുവിട്ടത് അത് ലാഭത്തിലായിരുന്നു എന്ന കാര്യം തന്നെയാണ് MD ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട കണക്കുകളിലുള്ളത്. അതിലും ഇപ്പോഴത്തെ മന്ത്രിക്ക് അതൃപ്തി ഉണ്ടാവുകയും MDയുമായി ഇടയുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയും MD ആ സ്ഥാനത്ത് വളരെ വ്യക്തമാണ്. ഏതായാലും ഭരണകക്ഷിയിൽ തന്നെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉയരുകയാണ്. ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതൽ നാം നൽകേണ്ടതുണ്ട്. അതിനു മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് 800 കോടിയിലധികം റുപ്യ, 852 കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുള്ളത് തന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചു. അപ്പോഴാണ് മനോരമ എഴുതിയത്, കേന്ദ്രം സംസ്ഥാനത്തിന് നെല്ല് ശേഖരിച്ചതിൻ്റെ ഭാഗമായിട്ട്, സംഭരണത്തിൻ്റെ ഭാഗമായി 852 കോടി റുപ്യ കൊടുക്കാനുള്ളത് നൽകുന്നു, ഇനിയും 756 കോടി നൽകാനുണ്ട്. വസ്തുതയാണ്. ആ വസ്തുത പറഞ്ഞാൽ നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണമല്ലോ. അത് ഞാൻ ഇവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താ കോൺഗ്രസ്സുകാർ പറഞ്ഞത്, എന്താ BJPക്കാർ പറഞ്ഞത് നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട്? എല്ലാം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്, അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേന്ദ്ര അവഗണനക്കെതിരായി അതിശക്തിയായിട്ടുള്ള സമരം. ഇവിടെ കേരള ഗവൺമെൻറ് തന്നെ മന്ത്രിസഭയാകെ ജനങ്ങളിലേക്ക് ഇറങ്ങി 140 മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള ജനകീയമായ സദസ്സിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രചരണപരമായിട്ട് പറഞ്ഞു. പിന്നീട് ഡൽഹിയിലേക്ക് സമരവുമായിട്ട് പോയി, അതിൻ്റെ ഒപ്പം തന്നെ സുപ്രീം കോടതിയിലും പോയി. ഈ ഓരോ ഘട്ടത്തിലും ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരും
BJP എടുത്ത നിലപാട് ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവകാശം കേരളത്തിന് ലഭിക്കാനുള്ളത് കിട്ടണം എന്ന കാര്യം അവർ അംഗീകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം മാറിയതെങ്ങനെയാണ്? നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം ഡൽഹിയിലേക്ക് പോയി സമരം നടത്താൻ കേന്ദ്രത്തിനെതിരായിട്ട് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ 8-ാം തീയതി തീരുമാനിച്ചു പോയി. 7-ാം തീയതിയാണ് കോൺഗ്രസ് നടത്തിയത് സമരം. ആ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് അവിടെ തന്നെ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ അന്ന് അവർ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരമാണ് നടത്തിയത്. ഇന്ന് 4663 കോടി റുപ്യ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കും. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയതിനെപ്പറ്റി വലിയ ആക്ഷേപമായിരുന്നു ഈ പറയുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക്. എന്തേ ഇപ്പോൾ മിണ്ടാട്ടില്ലാത്തത്? നേരത്തെ സമരം നടത്താൻ പോയപ്പോഴും നിങ്ങൾ മിണ്ടിയിട്ടില്ല. അതൊരു വലിയ വാർത്തയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ 4663 കോടി റുപ്യ കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ സമരത്തിന് പോയിരിക്കുകയാണ്. കർണാടക ഗവൺമെൻറ് മാത്രമല്ല, തമിഴ്നാട് ഗവൺമെൻറ് പോയി 37,000 കോടി റുപ്യ ഞങ്ങൾക്ക് തരാനുള്ളത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ്റും പോയി. അപ്പോൾ കേരളം ഒരു മാതൃകയായ രീതിയിൽ ഗവർണറുടെ പ്രശ്നത്തിലായാലും ഇപ്പോഴ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും സുപ്രീം കോടതിയിലേക്ക് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാതൃകയാക്കി കോൺഗ്രസിൻ്റെയും DMK-യുടെയും എല്ലാം ഗവൺമെൻറ്റുകൾ, ദക്ഷിണേന്ത്യൻ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് BJP-യേതര ഗവൺമെൻറ്റുകൾ വലിയ രീതിയിലുള്ള സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒപ്പം നിയമപരമായ യുദ്ധത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ സമാപിക്കുന്നു. നന്ദി. ക്രൂരമായി